നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒഴിവുകൾ നികത്താത്തതും കിട്ടാക്കടം തിരിച്ചുപിടിക്കാത്തതും ബാങ്കിംഗ് മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്ന് AKBEF ജനറൽ സെക്രട്ടറി B. രാംപ്രകാശ്. നവ ബാങ്കിംഗ് സംവിധാനങ്ങളിൽ തൊഴിലാളി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത് അംഗീകരിക്കാനാകില്ല. ദേശീയ പ്രക്ഷോഭത്തിൽ AIBEAയും അഫിലിയേറ്റഡ് സംഘടനകളും പങ്കെടുക്കുമെന്നും B. രാംപ്രകാശ്. HDFC ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ 31ാം ദേശീയ സമ്മേളനം മെയ് 4-ന് പാലക്കാട്ട്. ചളവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പടുകൂറ്റൻ മാവ് പൊട്ടിവീണു. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ആശുപത്രി മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾ തകർന്നു. വെടിക്കെട്ടിന് വിസ്മയങ്ങൾ കരുതിവെച്ച തിരുവമ്പാടിയും പാറമേക്കാവും. തൃശൂർ പൂരത്തിന്റെ മുഖ്യ ആകർഷണങ്ങളിലൊന്നായ വെടിക്കെട്ട് അവിസ്മരണീയ വിസ്മയമാക്കാൻ അണിയറയിൽ വിപുലമായ ഒരുക്കങ്ങൾ. ഡ്രാഗൺ ഫൈറ്റും സർജിക്കൽ സ്ട്രൈക്കും മറ്റ് സസ്പെൻസുകളും വെടിക്കെട്ട് കമ്പക്കാരുടെ കണ്ണും കാതും കവരും. വാർത്തകൾ വിശദമായി. ബാങ്കിംഗ് മേഖലയിലെ ഒഴിവുകൾ നികത്താത്തതും കിട്ടാക്കടം തിരിച്ചുപിടിക്കാത്തതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്ന് AKBEF ജനറൽ സെക്രട്ടറി B. രാംപ്രകാശ്. നവ ബാങ്കിംഗ് സംവിധാനങ്ങളിൽ തൊഴിലാളി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത് അംഗീകരിക്കാനാകില്ലെന്നും രാംപ്രകാശ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിൽ 2 ലക്ഷത്തോളം ഒഴിവുകളുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ ഇത് നികത്തുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടെ 16 ലക്ഷം കോടിയാണ് കോർപ്പറേറ്റ് ഭീമന്മാരുടെ വായ്പ എഴുതി തള്ളിയത്. ഇത് ബാങ്കിംഗ് മേഖലയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. നവ ബാങ്കിംഗ് സംവിധാനങ്ങളിൽ തൊഴിൽ സംഘടനകളില്ലാത്തത് തൊഴിലാളി ദ്രോഹത്തിനിടയാക്കുന്നുണ്ട്. ലോർഡ് കൃഷ്ണ ബാങ്കിനെ സെഞ്ചുറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബും പിന്നീട് ഈ ബാങ്കിനെ HDFCയും ഏറ്റെടുത്തു. ലോർഡ് കൃഷ്ണ ബാങ്കിലെ തൊഴിലാളികൾ നിലനിൽക്കുന്നതിനാലാണ് HDFCയിൽ HDFC-BEU പ്രവർത്തിക്കുന്നത്. HDFC-BEUവിൻ്റെ 31ാം ദേശീയ സമ്മേളനം മെയ് 4-ന് പാലക്കാട്ട് നടക്കും. കേന്ദ്ര സർക്കാരിൻ്റെ ലേബർ കോഡിലും ബാങ്കിംഗ് മേഖലയുടെ സ്വകാര്യവൽക്കരണത്തിലും തൊഴിലാളി ദ്രോഹത്തിലും പ്രതിഷേധിച്ച് മെയ് 20-ന് നടക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിൽ AIBEAയും അഫിലിയേറ്റഡ് സംഘടനകളും പങ്കെടുക്കുമെന്നും രാംപ്രകാശ് അറിയിച്ചു. പക്ഷേ ഗവൺമെന്റ് എല്ലാം നികത്തി എന്നുള്ള ഒരു വാദമാണ് വെക്കുന്നത്. അപ്പോൾ അത് വെച്ചുകൊണ്ട് 2 ദിവസത്തെ പണിമുടക്കിന് മാർച്ച് മാസം ഇന്ത്യയിലെ ഉള്ള മുഴുവൻ ബാങ്ക് യൂണിയനുകളുടെ ഐക്യവേദി 2 ദിവസത്തെ പണിമുടക്കിന് നമ്മൾ ആഹ്വാനം നൽകിയിരുന്നു. ചർച്ചകൾക്ക് ഒടുവിൽ റിക്രൂട്ട്മെന്റിൽ ഒരു കാതലായ മാറ്റം വരുത്താമെന്ന് പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ പണിമുടക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ചർച്ചകൾ നടക്കുന്നുണ്ട്. ബാങ്കിംഗ് മേഖലയിലുള്ള വേറൊരു വിഷയമെന്ന് പറയുന്നത് ഇവിടെ ധാരാളം കിട്ടാക്കടങ്ങളുണ്ട്. ഇഷ്ടംപോലെ കിട്ടാക്കടങ്ങളുണ്ട്. പ്രത്യേകിച്ച് കോർപ്പറേറ്റ് കിട്ടാക്കടങ്ങൾ വളരെ കൂടുതലാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ രാജ്യത്ത് ഹെയർ കട്ട് എന്ന പേരിൽ വലിയ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് എഴുതിത്തള്ളിയ സംഖ്യ എന്ന് പറയുന്നത് തന്നെ ഏകദേശം 16 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എഴുതിത്തള്ളിയിട്ടുള്ളത്. ഇതുപോലത്തെ വലിയ വിഷയങ്ങളുണ്ട്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭമാണ് ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് കഴിഞ്ഞ 30 വർഷമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. 53 പണിമുടക്കുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നടത്തിയിട്ടുള്ള സംഘടനയാണ് AIBA. ഈ വരുന്ന മെയ് 20-ാം തീയതി രാജ്യത്തെ ഉള്ള 11 ട്രേഡ് യൂണിയനുകൾ, കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഈ ലേബർ ആക്ടിൽ വരുന്ന മാറ്റങ്ങളെ എതിർത്തുകൊണ്ട് ഒരു ദിവസത്തെ പണിമുടക്കിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. അതിലും ഈ പറയുന്ന AIBA, നമ്മുടെ HDFC ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഉൾപ്പെടെയുള്ള ഓൾ ഇന്ത്യ HDFC-BEU ആക്ടിംഗ് പ്രസിഡന്റ് SY ഷാഹിൻ, ജനറൽ സെക്രട്ടറി K. മണികണ്ഠൻ, AKBEF അസിസ്റ്റന്റ് സെക്രട്ടറി K. സന്തോഷ് കുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചളവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പടുകൂറ്റൻ മാവ് പൊട്ടിവീണു. ആളപായമില്ല. നിരവധി വാഹനങ്ങൾ തകർന്നു. ഇന്ന് രാവിലെ 10:15-ഓടെയാണ് ചളവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പടുകൂറ്റൻ മാവ് പൊട്ടിവീണത്. വലിയ ശബ്ദം കേട്ട് ആളുകൾ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായി. ആർക്കും കാര്യമായ പരിക്കില്ല. അതേസമയം നിരവധി വാഹനങ്ങൾ തകർന്നിട്ടുണ്ട്. ഒരു കാറും ഓട്ടോറിക്ഷയും പൂർണ്ണമായും തകർന്നു. മാവ് പൊട്ടിവീഴുന്ന സമയത്ത് ആശുപത്രിയിൽ നിരവധി പേരുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത്. അതേസമയം ഏറെ നേരം അപ്രതീക്ഷിതമായി മരം പൊട്ടിവീണതിൻ്റെ നടുക്കത്തിലായിരുന്നു പലരും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ബാലസംഘം ഒറ്റപ്പാലം ഏരിയ വേനൽത്തുമ്പി കലാജാഥ സമാപിച്ചു. കലാജാഥ സമാപനവും കുളപ്പുള്ളി വില്ലേജ് ബാലോത്സവവും വടക്കേക്കര ALP സ്കൂളിൽ നടന്നു. വേനൽത്തുമ്പി സമാപന സമ്മേളനത്തിൻ്റെയും കുളപ്പുള്ളി വില്ലേജ് ബാലോത്സവത്തിൻ്റെയും ഉദ്ഘാടനം
ബാലസംഘം പാലക്കാട് ജില്ലാ അക്കാഡമിക് കൺവീനർ രാഹേഷ് നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ നിന്നാണ്, പാലക്കാട് ജില്ലയിൽ നിന്നാണ്, പട്ടാമ്പിയുടെ നിളയോരത്തു നിന്നാണ് വേനൽത്തുമ്പികൾ ഉണ്ടാവുന്നത്. ആ വേനൽത്തുമ്പികളുടെ ഒരു വലിപ്പമൊക്കെ ഒന്ന് ഒരുപാട് വലിപ്പം കൂടി. ആ വേനൽത്തുമ്പികൾ ഇന്ന് നിങ്ങളെ കാണാൻ വേണ്ടി വരാൻ വേണ്ടി പോവാണ്. നിങ്ങൾ കാത്തിരിക്കല്ലേ, അവരെ കാത്തിരിക്കല്ലേ? റെഡിയല്ലേ? ആ വേനൽത്തുമ്പികളുടെ പ്രത്യേകത എന്താണെന്നറിയോ? എന്താ പ്രത്യേകത എന്നറിയോ? അറിയില്ല? ആ വേനൽത്തുമ്പികളുടെ പ്രധാന പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേനൽത്തുമ്പികൾക്ക് ചിറകുണ്ട്. സംഘാടക സമിതി ചെയർമാൻ ബാബു അധ്യക്ഷത വഹിച്ചു. കൺവീനർ ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു. വേനൽത്തുമ്പികൾക്കുള്ള ഉപഹാരം പ്രഭാതം പ്രസിഡന്റ് MR മുരളി സമ്മാനിച്ചു. വിവിധ യൂണിറ്റുകളിലെ കുട്ടികളുടെ കലാപ്രകടനവും വേനൽത്തുമ്പികളുടെ അവതരണവുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. INTUC ഷൊർണൂർ റീജിയണൽ കമ്മിറ്റി മെയ് ദിന സമ്മേളനം നടത്തി. KPCC സെക്രട്ടറി ഹരിഗോവിന്ദൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സർക്കാരും ഇന്ത്യയിലും ഇതുപോലെ തന്നെ തൊഴിലാളികൾ സംഘടിക്കുകയും ഒരു കാലത്ത് തൊഴിലാളികൾക്ക് സംഘടിക്കാൻ കഴിയുമായിരുന്നില്ല. തൊഴിലാളികളൊക്കെ സംഘടിക്കാൻ മെനക്കെട്ടാൽ മുതലാളിമാർ അവര് ചെയ്തിരുന്ന ക്രൂരമായ പൈശാചികമായ ഉപദ്രവങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരികയാണ്. ഞാനൊരു തൊഴിലാളി സംഘടനാ പ്രവർത്തകനാണ്. അധ്യാപക സംഘടനയും അധ്യാപനം ഒരു തൊഴിലാണ്. പ്രൊഫഷനോടൊപ്പം തന്നെ അത് തൊഴിൽ കൂടിയാണ്. ഞാനീ തൊഴിലാളി സംഘടനാ ചരിത്രം പഠിച്ചപ്പോൾ ഈ 1886 ഈ ചിക്കാഗോയിൽ നടന്ന ഈ സമരത്തിന് എത്രയോ മുമ്പ്, 3 പതിറ്റാണ്ട് മുമ്പ്, അതേ ചിക്കാഗോയിൽ 200ഓളം അധ്യാപന അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത ചരിത്രം എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുകയാണ്. പക്ഷേ വർത്തമാന കാലഘട്ടങ്ങളിൽ നമ്മുടെ അവസ്ഥ എന്താ? ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെ കണ്ടത്? അവിടെയാണ് വ്യത്യസ്തമായ നിലപാടുകൾ. നമുക്ക് ഓർമ്മയുണ്ട് തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന ആശയം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായതിന്റെ 100ാമത് വർഷം നമ്മളെല്ലാവരും ഇപ്പോൾ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാത്മാഗാന്ധി നമുക്കറിയാം, അവിടെ നീലം തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹമാണ് പുതിയൊരു ആശയം, അവശ്യാധിഷ്ഠിത മിനിമം വേതനം എന്നൊരാശയം തൊഴിലാളി സംഘടനാ രംഗത്തേക്ക് കൊണ്ടുവരുന്നു. അവശ്യാധിഷ്ഠിത മിനിമം വേതനം എന്ന ആശയം അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് INTUC റീജിയണൽ പ്രസിഡന്റ് ഹംസ മേലാടയിൽ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ K കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, VKP വിജയനുണ്ണി, INTUC മണ്ഡലം പ്രസിഡന്റ് വിനയകുമാർ, സുരേഷ് ബാബു, പാറുകുട്ടി, ഗീത, ഗിരിജ, താഹിർ, ഇസ്മായിൽ, ഷെരീഫ്, സുലൈമാൻ, ഉണ്ണി, സഹദേവൻ, സുരേഷ് കുമാർ, ശിവദാസൻ, ലത, സുന്ദരൻ, ദേവദാസ് എന്നിവർ പ്രസംഗിച്ചു. INTUC റീജിയണൽ സെക്രട്ടറി ഹരി ഷൊർണൂർ സ്വാഗതവും സരോജാദേവി നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ പൂരം കാണാൻ എത്തുന്നവർക്ക് പലതിനോടുമാണ് ഇഷ്ടം. ചിലർ മേളം കമ്പക്കാരാണ്. മറ്റു ചിലർ കുടമാറ്റം ഏറെ ഇഷ്ടപ്പെടുമ്പോൾ കരിവീരന്മാരിലായിരിക്കും ചിലരുടെ കണ്ണ്. വെടിക്കെട്ട് ഇഷ്ടപ്പെടുന്നവരാണ് ഇനിയൊരു വിഭാഗം. അക്കൂട്ടർക്ക് സന്തോഷിക്കാൻ ഏറെ വക നൽകുന്നതാണ് വെടിക്കോപ്പ് നിർമ്മാണശാലയിലെ കാഴ്ചകൾ. ഇത്തവണയും തേക്കിൻകാട് മൈതാനിയുടെ മാനത്ത് ശബ്ദവർണ്ണ വിസ്മയം തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. സാമ്പിൾ പൂരം വെടിക്കെട്ടുകൾക്കായുള്ള വെടിക്കോപ്പുകളുടെ അവസാന വട്ട മിനുക്കുപണികളിലാണ് ഇരു ദേവസ്വങ്ങളുടെയും വെടിക്കെട്ട് പണിക്കാർ. പുതുമയാർന്ന വെടിക്കോപ്പുകളാണ് സാമ്പിൾ വെടിക്കെട്ടിനും പൂരം വെടിക്കെട്ടിനുമായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. തിരുവമ്പാടി ദേവസ്വത്തിനു വേണ്ടി മുണ്ടത്തിക്കോട് സതീശനും പാറമേക്കാവിനു വേണ്ടി ബിനോയ്ക്കുമാണ് നിർമ്മാണ ചുമതല. വ്യത്യസ്തങ്ങളായ അമിട്ടുകൾ പൂരത്തിൻ്റെ ഭാഗമായി ഇരുവിഭാഗവും തയ്യാറാക്കിയിട്ടുണ്ട്. ഡ്രാഗൺ ഫൈറ്റ്, സർജിക്കൽ സ്ട്രൈക്ക് എന്നീ പേരുകളിൽ വ്യത്യസ്ത അമിട്ടുകൾ ഇത്തവണ തിരുവമ്പാടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ പാറമേക്കാവിൻ്റെ ഭാഗത്തുമുണ്ട് വെടിക്കെട്ടിനായി ഒളിപ്പിച്ചു വച്ച ഒട്ടേറെ സസ്പെൻസുകൾ. നിരവധി വെടിക്കെട്ട് കലാകാരന്മാരുടെ 4 മാസത്തെ കഠിനാധ്വാനമാണ് ഓരോ പൂരപ്രേമിയുടെയും കണ്ണും കാതും മനസ്സും നിറയ്ക്കുന്ന വെടിക്കെട്ടായി മാറുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാണിയംകുളം പുലാച്ചിത്ര കിള്ളിക്കാവിൽ 7ാം പൂജയോടെ ഈ വർഷത്തെ പൂരാഘോഷ ചടങ്ങുകൾക്ക് സമാപനമായി. 7ാം പൂജയോടനുബന്ധിച്ച് 3 പതിറ്റാണ്ടായി ക്ഷേത്രത്തിലെ വാദ്യ ചുമതല വഹിക്കുന്ന തലയണപ്പറമ്പിൽ വാസുദേവനെ പൂരാഘോഷ കമ്മിറ്റി ആദരിച്ചു. കമ്മിറ്റിയുടെ ഉപഹാരം ചടങ്ങിൽ സമർപ്പിച്ചു. വൈകിട്ട് 7-ന് മെഗാ തിരുവാതിരക്കളി, തുടർന്ന് ഡബിൾ തായമ്പക എന്നിവയുണ്ടായിരുന്നു.
അപകടക്കെണിയായി മങ്കര വെള്ള റോഡിലെ കനാൽപാതയ്ക്ക് കൈവരിയില്ലാത്തതാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. കൈവരി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന റോഡാണിത്. അടിയൊന്നു തെറ്റിയാൽ 15 മീറ്റർ താഴ്ചയുള്ള കനാലിലേക്ക് വീഴും. റോഡ് തൊട്ടുരുമിയാണ് കനാൽ കടന്നുപോകുന്നത്. SBI ശാഖയുടെ മുൻവശത്താണ് അപകടം പതിയിരിക്കുന്നത്. ഇവിടെ S ആകൃതിയിലുള്ള വളവും അപകടത്തിന് ആക്കം കൂട്ടുന്നു. കനാൽ പാതയിൽ കൈവരി സ്ഥാപിച്ചാൽ ഗതാഗതത്തിന് എളുപ്പമാകും. പലപ്പോഴും മങ്കര വെള്ള റോഡിൽ നിന്നും കാളിക്കാവ് റോഡിലേക്ക് എത്താനുള്ള എളുപ്പവഴി കൂടിയാണിത്. ബന്ധപ്പെട്ടവർ കൈവരി സ്ഥാപിക്കാൻ നടപടിയെടുക്കണമെന്നാണ് ജനകീയ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മയിൽവാഹനം കൂട്ടുകുടുംബം വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ഒത്തുചേരൽ പട്ടാമ്പിയിൽ നടന്നു. പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോമിലായിരുന്നു സംഗമം. കൃഷ്ണൻകുട്ടി, ചന്ദ്രൻ യാക്കര എന്നിവർ ചേർന്ന് ഒത്തുചേരൽ ഉദ്ഘാടനം ചെയ്തു. പത്മനാഭൻ തൂത അധ്യക്ഷത വഹിച്ചു. ഗോപി വാടാനംകുറിശി സ്വാഗതം പറഞ്ഞു. ഹരിദാസൻ ഷൊർണൂർ, ഉണ്ണിക്കുട്ടൻ മാങ്ങോട്, പ്രഭാത് കുമാർ കുലുക്കിലിയാട്, രാജ്മോഹനൻ വെള്ളിനേഴി, മോഹനൻ നെന്മാറ, ഗോപി മരുതൂർ എന്നിവർ സംസാരിച്ചു. ഡെയിലി തൊട്ടടുത്തുള്ള ഒരാൾക്ക് ഗുഡ് മോർണിംഗ് ആക്കി അപ്പൊ അതിന്റെ പ്രശ്നമില്ല, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു ദിവസം രാവിലെ നീച്ചു നോക്കുമ്പോ ഏകദേശം 9 മണിയായിട്ടും ഗുഡ് മോർണിംഗ് കാണാനില്ല. അപ്പൊ ഇയാൾക്ക് സംശയം, എന്തിപ്പോ ഇയാൾ നീച്ചിട്ടില്ലേ, ഗുഡ് മോർണിംഗ് കാണാലോ. അപ്പൊ അതിലടച്ചു, ജനല് തുറന്നു, അതിന്റെ താഴെപ്പട ഇങ്ങനെ തട്ടിപ്പിടി തുറന്നു നോക്കുമ്പോൾ ഇദ്ദേഹം കസേരയിൽ ചാരിയിരുന്ന്. കൂട്ടുകുടുംബം ഗ്രൂപ്പിലെ 75 വയസ്സ് കഴിഞ്ഞ 14 പേരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. പ്രമോദ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നിരവധി പേർ സംഗമത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മങ്കര താവളം കോട്ടായി റോഡിൽ അപകടക്കെണിയായി കൂറ്റൻ മരം. മങ്കര താവളം EMS നഗറിന് സമീപമാണ് ഗതാഗതത്തിനും സമീപവാസികൾക്കും ഭീഷണിയായി മരം നിലകൊള്ളുന്നത്. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ മരത്തിൻ്റെ ചില്ലകൾ പൊട്ടിവീണതിനെ തുടർന്ന് മേഖലയിലെ വൈദ്യുതിയും ഗതാഗതവും നിലച്ചിരുന്നു. 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. രാത്രിയായതിനാൽ വലിയ ദുരന്തം ഒഴിവായി. മരച്ചില്ല പൊട്ടി വൈദ്യുതി ലൈനിലേക്കാണ് വീണത്. ചെരിഞ്ഞു നിൽക്കുന്ന മരം യാത്രക്കാർക്കും സമീപവാസികൾക്കും അപകട ഭീഷണി ഉയർത്തുന്നു. മരം വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് മങ്കര പഞ്ചായത്തിൽ നിരവധി പേർ ഒപ്പിട്ട് പരാതി നൽകി മാസങ്ങൾ കഴിഞ്ഞു. എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് സ്ഥലം സന്ദർശിച്ചു പോകുകയല്ലാതെ തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. മഴയെത്തും മുൻപ് മരം വെട്ടിമാറ്റണമെന്നാണ് പ്രദേശത്തുകാരുടെ ആവശ്യം. മരം വീണാൽ വൈദ്യുതി കമ്പികളിൽ നിന്ന് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ ഇടയുണ്ടെന്നും പരിസരവാസികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുളപ്പുള്ളി ഫെസ്റ്റിന് ഒരുക്കങ്ങളായി. മെയ് 3, 4 തീയതികളിൽ നടക്കുന്ന ഫെസ്റ്റിനെക്കുറിച്ച് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ഷൊർണൂരിലെ യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കുളപ്പുള്ളി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. മെയ് 3, 4 തീയതികളിലായി നടക്കുന്ന ഫെസ്റ്റിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തീർത്തും ഇത് ലഹരിക്കെതിരെ തന്നെയാണ്. നമ്മൾ ആഘോഷങ്ങൾ ആവാം, അത് ആഘോഷങ്ങൾ അതായത് നടത്തുന്നത് ലഹരിക്കെതിരെ മറ്റുള്ളവർക്ക് കടന്നു പോകാത്ത രീതിയിൽ ചെറുപ്പക്കാരെ ഉത്സവങ്ങളിലേക്കും മറ്റുള്ള ക്ലബ്ബ് അങ്ങനെയുള്ള സ്പോർട്സിലേക്കൊക്കെ തരംതിരിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത് നടത്തുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം 3-ാം തീയതി വൈകിട്ട് 4 മണിക്കാണ്. ബഹുമാനപ്പെട്ട രാജേഷ് MP ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടനത്തിൻ്റെ ടൈം കിട്ടിയിട്ടില്ല, എങ്കിലും നമുക്ക് അതിൻ്റെ ടൈം തന്ന് ഒരു 4 മണിക്ക് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ 9ഓളം ടീമുകൾ 4-ാം തീയതി ഘോഷയാത്രയെ കുളപ്പുള്ളിയിൽ സംഘടിച്ച് സമാപനം കുറിക്കുമെന്നാണ് ഇതിന് പറയാനുള്ളത്. മെയ് 3-ന് ഫെസ്റ്റിനോടനുബന്ധിച്ച് ഗാനമേള നടക്കും. 4-ന് നടക്കുന്ന ഫെസ്റ്റ് ഷൊർണൂരിന് വേറിട്ട അനുഭവമായി മാറുമെന്ന് സംഘാടകർ പറഞ്ഞു. മെയ് 3, 4 നമ്മുടെ പരിപാടികൾ. അപ്പോൾ 3-ാം തീയതി നമ്മൾ ഗാനമേള, അതുപോലെ തന്നെ നമ്മൾ നൽകുന്ന ചാരിറ്റി നമ്മൾ പരിപാടിയിൽ വെച്ച് കൈമാറും. അതുപോലെ 3-ാം തീയതി 4 മണിക്കാണ് നമ്മൾ നിലവിൽ പരിപാടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ഒരു 4 മണിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ടൈമിനനുസരിച്ച് നമുക്ക് പരിപാടി തുടങ്ങും. 4-ാം തീയതി എല്ലാ ഭാഗത്തുനിന്നുള്ള ടീമുകൾ കുളപ്പുള്ളി വന്ന് സംഗമിച്ച് ഇത് കുളപ്പുള്ളിയുടെ ഒരു സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വലിയൊരു ഉത്സവമാക്കി മാറ്റാനാണ് ഈ കമ്മിറ്റിയുടെ തീരുമാനം. വാർത്താ സമ്മേളനത്തിൽ കുളപ്പുള്ളി ഫെസ്റ്റ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ്
MC ജലാൽ, ജനറൽ സെക്രട്ടറി KP പ്രസാദ്, സെക്രട്ടറി TK ആഷിഖ്, ട്രഷറർ C അക്ബർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഫിറോസ്, സലീം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഒഴിവുകൾ നികത്താത്തതും കിട്ടാക്കടം തിരിച്ചുപിടിക്കാത്തതും ബാങ്കിംഗ് മേഖലയെ പ്രതിസന്ധിയിലാക്കിയെന്ന് AKBEF ജനറൽ സെക്രട്ടറി B രാംപ്രകാശ്. നവ ബാങ്കിംഗ് സംവിധാനങ്ങളിൽ തൊഴിലാളി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത് അംഗീകരിക്കാനാകില്ല. ദേശീയ പ്രക്ഷോഭത്തിൽ AIBEAയും അഫിലിയേറ്റഡ് സംഘടനകളും പങ്കെടുക്കുമെന്നും B രാംപ്രകാശ്. HDFC ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ 31ാം ദേശീയ സമ്മേളനം മെയ് 4 പാലക്കാട്ട്. ചളവറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പടുകൂറ്റൻ മാവ് പൊട്ടിവീണു. വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ആശുപത്രി മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങൾ തകർന്നു. വെടിക്കെട്ടിന് വിസ്മയങ്ങൾ കരുതിവെച്ച് തിരുവമ്പാടിയും പാറമേക്കാവും. തൃശൂർ പൂരത്തിന്റെ മുഖ്യ ആകർഷണങ്ങളിലൊന്നായ വെടിക്കെട്ട് അവിസ്മരണീയ വിസ്മയമാക്കാൻ അണിയറയിൽ വിപുലമായ ഒരുക്കങ്ങൾ. ഡ്രാഗൺ ഫൈറ്റും സർജിക്കൽ സ്ട്രൈക്കും മറ്റ് സസ്പെൻസുകളും വെടിക്കെട്ട് കമ്പക്കാരുടെ കണ്ണും കാതും കവരും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.